എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു ടീനേജ് ആയിട്ടുള്ള എല്ലാവർക്കും ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക്. ഈ ഒരു ബ്ലാക്ക് ബെറിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ബോഡി ഗാർഡ് മൂവിയിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഫോൺ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു. അവർ കൊണ്ടുവന്നത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ കിങ്ഫിഷർ എയർലൈൻസിന് ഭയങ്കര ഡൗൺഫോളിലേക്ക് വലിച്ചിടാൻ തന്നെ ഏറ്റവും വലിയൊരു റീസൺ അവിടെ ഉണ്ടായത്. സോ അവർ ഈ ഒരു ബിസിനസ് ഡിസിഷന്റെ പുറമെ അവരെ എഫക്ട് ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിൽ വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ പോകുന്ന സമയത്ത് ഈ പ്രീമിയത്തിനെ കുറിച്ചിട്ട് തന്നെ കമ്പാരിസൺ ചെയ്യാറുണ്ട്. ഇന്ന് ഈ കൊമേഴ്സ് കേൾക്കുന്ന സമയത്ത് ആളുകളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന ഒരു ഗ്ലോബൽ ജയന്റ് ആണ് ആക്ച്വലി ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞത്. അവർ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് ആക്ച്വലി ഒരു വലിയൊരു റെവല്യൂഷൻ സ്റ്റോറി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പം ഫ്ലിപ്കാർട്ട് ഇന്ന് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഗ്രോത്ത് ഉള്ളൊരു ഇ കോമേഴ്സ് കമ്പനി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എടുത്തു പറയേണ്ട കാര്യം 2018 ഈ വാൾമാർട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനി അക്യൂർ ചെയ്തത് എനിക്ക് തോന്നുന്നു 20 ബില്യൺ ആണ് അവരായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഈ ഫ്ലിപ്കാർട്ടായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമല്ലേ. ഐ മീൻസ് അക്യൂർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ അവർ മെയിനായിട്ട് എന്താ പറയുക വരുത്തിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു COD ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം നമ്മളെ വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആക്കുക എന്നുള്ള. പക്ഷെ ഈ ഒരു സാധനം ആക്ച്വലി ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി. പക്ഷേ ചെറിയ കമ്പനീസ് ആയിട്ടുള്ള ഫാബ്മാർട്ട് ഒക്കെ പോലത്തെ കമ്പനീസ് ഈ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഹ്യൂജ് ലെവലിലേക്ക് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ഇതിന്റെ പേരിൽ. പക്ഷെ ഫ്ലിപ്കാർട്ട് ഈ ഒരു സിസ്റ്റം എപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തോ പിന്നെ സംഭവം നെക്സ്റ്റ് ലെവലിലേക്കായിട്ട് മാറി. പിന്നെ ടോപ്പ് കോമ്പറ്റീറ്റർ ആമസോൺ വരെ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അത് സംബന്ധിച്ചാൽ എന്താ പറയുക, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ COD ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഭയങ്കര കൺസിസ്റ്റൻസി അവൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആമസോണും ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കമ്പാരിസൺ ചെയ്യലുണ്ട്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും ഞാൻ ആദ്യം നോക്കാറില്ല. ഒന്നെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാക്കണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. പക്ഷേ ആൾക്കാർ അറിയുന്നില്ല ഈ ഫ്ലിപ്കാർട്ട് എന്നൊരു കമ്പനി ഇതൊരു ഇന്ത്യൻ കമ്പനി മാത്രമാണുള്ളത്. ശരിക്കും ആമസോൺ കമ്പനി ഇൻ്റർനാഷണൽ കമ്പനിയാണ് വരുന്നത്, ഒരു ബ്രാൻഡാണ്. ഇപ്പം 2021 ഈ കോവിഡിൻ്റെ ഒരു ഭയങ്കര ക്രൂഷ്യൽ ടൈം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് വരെ സപ്പോർട്ട് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് ഇ കോമേഴ്സ്. അതിൽ ഫ്ലിപ്കാർട്ട് നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ തന്നെ ഇടയിൽ മറ്റ് നോർമൽ കടകളിൽ ആൾക്കാർ പറയലുണ്ട്, അവർ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഈ ഫ്ലിപ്കാർട്ടിന് എങ്ങനെ ഒരു ഇതെന്ന്. പക്ഷേ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഡെലിവറി ചെയ്ത് പ്രൊഡക്റ്റ് എത്തിക്കല്ലാതെ വേറൊരു വഴി അന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. മെയിനായിട്ട് അതിൽ ആളുകൾ പിക്ക് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഒബ്വിയസ്ലി അതിനിടയിലുള്ള മിഡിൽമെൻ അതിൻ്റെ ഇടയിൽ ഇല്ലല്ലോ. അപ്പൊ അത് ശരിക്കും ഒരു വലിയൊരു റീസണാണ്. ലൈക്ക് ഒരു ഇടനിലക്കാരോ കാര്യങ്ങളോ ഇല്ലാണ്ട് വരുന്ന സമയത്ത് അവരെ കമ്മീഷനും അവരെ എക്സ്ട്രാ എമൗണ്ടും ഒക്കെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൈസിലാവും കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒരു നോർമൽ സ്റ്റോറിൽ നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് അവിടെ വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു ടീനേജ് ആയിട്ടുള്ള എല്ലാവർക്കും ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ശരിക്കും ഫ്ലിപ്കാർട്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കൂടുതൽ ഇ കോമേഴ്സിനെ അറിയാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഇന്ന് ഒരു ചെറിയ പ്രായം ഇപ്പോഴത്തെ ജനറേഷൻ മുതൽ ഭയങ്കര ബിസിനസ് മെൻറ്റാലിറ്റി വരുന്ന അതിൽ കൂടുതൽ ആൾക്കാരും ഇ കോമേഴ്സിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ ഇൻസ്പയർഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലേ. തീർച്ചയായിട്ടും ഐ തിങ്ക് ഫ്ലിപ്കാർട്ടിന്റെ ഒരു കറന്റ് അപ്ഡേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേഷൻ എനിക്ക് തോന്നുന്നത് 2016 ഫ്ലിപ്കാർട്ടിന്റെ CEO ആയിട്ടുള്ള ഫൗണ്ടർ ആയിട്ടുള്ള ബിന്നി ബൻസാൽ ഐ തിങ്ക് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് റിസൈൻ ചെയ്തു. ആളുടെ സ്റ്റേക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡൈവേഴ്സ് ചെയ്തു എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു ഫ്ലിപ്കാർട്ട് അവർ ആ ഒരു ഇ കോമേഴ്സിൽ മാത്രം അവർ ഒതുങ്ങി നിന്നില്ല കേട്ടോ, അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് യെസ്, അതായത് ഇപ്പം അഫിലിയേറ്റ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അറിയുന്നതാണല്ലോ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം അതിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തൊരു എനിക്ക് തോന്നുന്ന ബ്രാൻഡ് ആയിരിക്കും ഫ്ലിപ്കാർട്ട്. തീർച്ചയായിട്ടും ലൈക്ക് അവരുടെ സബ്സിഡറി പ്രൊഡക്ട്സ് ആയിട്ട് ഇപ്പോൾ കറന്റ്ലി അവർ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ മിന്ത്ര.
വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ ക്ലോത്തിങ് ബ്രാൻഡ് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്തും അവരുടെ പ്രസൻസ് ഫ്ലിപ്കാർട്ട് ഈ ഒരു മിന്ത്ര അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫ്ലിപ്കാർട്ടിന്റെ ഹെൽത്ത് പ്ലസ്, പിന്നെ അതുപോലെ തന്നെ ഇ കാർട്ട്, പിന്നെ ക്ലിയർ ട്രിപ്പ്, ഇങ്ങനത്തെ വേറെയും പ്ലാറ്റ്ഫോംസ് അവർ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് അവരുടെ സബ്സിഡറി പ്രൊഡക്ട്സ് ആയിട്ട് അവർ കറന്റ്ലി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോൾ വേറെ കാര്യം എനിക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നൊരു സംഭവമാണ് ഈ ബ്ലാക്ക്ബെറി കമ്പനി അറിയില്ലേ? ബ്ലാക്ക്ബെറിന്റെ മൊബൈൽ ഫോൺ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പെട്ട ഒരു ഹീറോ ആയിരുന്നു. മൊബൈൽ ഫോണിന്റെ ഹീറോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതെ, ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ബ്ലാക്ക്ബെറിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ബോഡിഗാർഡ് യെസ്. മൂവിയിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഫോൺ, അങ്ങനത്തെ എന്തോ ഒരു സംഭവം അത് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഹിറ്റ് പിന്നെ ആയിരുന്നു ആ എനിക്ക് ടൈമിൽ. അത് മാത്രമല്ല, എനിക്ക് ആ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കീബോർഡിൽ ടച്ച് കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലോ, Yes, ജോയ്സ്റ്റിക്കിന്റെ yes. പരിപാടി. നമ്മൾ പിന്നെ ജോയ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇതായിട്ട് മാറി. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഈ പറഞ്ഞ ആ കമ്പനിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ടൈം വരെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ അത് ഡൗൺഫോൾ ആയി പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ റീസൺ ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞ അവർ അപ്ഡേഷനിലേക്ക് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ലൈക്ക് അപ്ഡേഷൻ ഫോളോ അപ്പ് ചെയ്യാത്തതിന്റെ പേരിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡൗൺഫോൾ ഫേസ് ചെയ്ത ഒരു കമ്പനിയാണ് ബ്ലാക്ക്ബെറി. അതുപോലെ തന്നെ നോക്കിയ. യെസ് യെസ്. ലൈക്ക് നോക്കിയന്റെ പണ്ടത്തെ ഫോണൊക്കെ ഇപ്പോഴും നമ്മളെ ഫാൻസ് ലൈക്ക് ഹാമറിന് പകരം നോക്കിയന്റെ ഫോണൊക്കെ യൂസ് ചെയ്തുള്ള ട്രോളും മീമൊക്കെ നമുക്ക് കാണാം. അപ്പം ആ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് ഈ മാർക്കറ്റിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഫീൽഡ് ഔട്ട് ആവും, അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിന് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്രത്തോളം വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള ഒരു വലിയ എക്സാമ്പിൾസ് ആണ് ശരിക്കും ആ രണ്ട് ബ്രാൻഡ്. ബ്ലാക്ക്ബെറിന്റെ ആ ഒരു ടൈമിൽ ബ്ലാക്ക്ബെറിന്റെ ടൈമിൽ നല്ലോണം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാധനം പെട്ടെന്ന് അതൊരു ഡൗൺഫോൾ വരാൻ കാരണം അപ്ഡേഷൻ ഇഷ്യൂ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സമയത്താണ് ഇപ്പം പുതിയ പുതിയ കമ്പനികൾ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇപ്പം ഒരു കീബോർഡിൽ മാത്രമുള്ള ടച്ച് അത് ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു അപ്ഡേഷൻസ്. ഇപ്പം നമുക്കറിയാം iOS ആപ്പിളിന്റെ പുതിയ ഫോൺ വന്ന സമയത്ത്, അന്ന് ഇറങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് വെച്ചാൽ ആദ്യമായിട്ട് ടച്ച് സ്ക്രീന് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് iOS എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും ഫസ്റ്റ് ആയിട്ട് ടച്ച് സ്ക്രീൻ ഗ്ലോബലി പ്രസന്റ് ചെയ്തത്, ആളുകളുടെ അറിവിലേക്ക് ബ്രാൻഡ് ചെയ്ത് എത്തിച്ചത് ആപ്പിളാണ്. പക്ഷെ ആ ഒരു സാധനം ഇന്നോവേഷൻ ഫസ്റ്റ് കൊണ്ടുവന്നത് ഒരു ജപ്പാനീസ് കമ്പനിയാണ്. ആ ഒരു ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഒരു ടച്ച് സ്ക്രീന് ഫസ്റ്റ് കൊണ്ടുവന്നത് ആപ്പിളാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു മെയിൻ റീസൺ അവരുടെ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ്. അത് പ്രസന്റ് ചെയ്തൊരു രീതിയുണ്ട്. ലൈക്ക് ആളുടെ പ്രസന്റേഷന്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റീവ് ജോബ്സ് പ്രസന്റ് ചെയ്ത സ്റ്റീവ് ജോബ്സിന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് പ്രസന്റേഷൻ നമ്മളെ ഐപോഡിന്റെ പ്രസന്റേഷൻ. ലൈക്ക് 1000 songs in your pocket. ലൈക്ക് ആ ഒരു സമയത്ത് സോങ്സ് എന്നൊക്കെ പറയുന്നത് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനായിട്ട് എന്താ പറയാ CD VCD കാര്യങ്ങൾ അങ്ങനത്തെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുള്ളൂ ആ ടൈമിൽ. ആ ഒരു സമയത്താണ് ഇത്രയധികം പാട്ടുകൾ നിങ്ങളെ പോക്കറ്റിനുള്ളിൽ ഒതുക്കി വെക്കാൻ പറ്റും എന്നുള്ള ഒരു ഇന്നോവേഷൻ കൈൻഡ് ഓഫ് സംഭവം കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് പറഞ്ഞത് ഈ ഒരു ആപ്പിൾ ഈ ഒരു സാധനം ശരിക്കും ടച്ച് സ്ക്രീന് കൊണ്ടുവന്നത് ആക്ച്വലി ആപ്പിൾ അല്ല ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളത്. അത് IBM സൈമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് അത്. പക്ഷെ അതിനൊരു വളരെ ചെറിയ സ്ക്രീൻ ആയിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ പിന്നീട് ഈ ഒരു സാധനം ഒരു പ്രോപ്പർ ലെവൽ ഹിറ്റോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരുന്നില്ല. അതിനുശേഷം LGയുടെ ഒരു സ്മാർട്ട് ഫോൺ അവർ ട്രൈ ഔട്ട് ചെയ്തു. ഒരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിൽ LG ആണ് കൊണ്ടുവന്നത്. പക്ഷെ ബ്രാൻഡിങ് ആൻഡ് സ്റ്റൈൽ ഡിസൈൻ പ്രസന്റേഷൻ ആ ഒരു സാധനത്തിൽ ആപ്പിൾ ആയിരുന്നു നമ്പർ 1. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം വന്നതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമുക്ക് പറയാം ഈ പറഞ്ഞ ബ്ലാക്ക്ബെറിന്റെ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും അതിന്റെ ഒരു അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന് സ്പേസ് കംപ്ലീറ്റ്ലി പോയത് ഇതിനൊക്കെ വന്നൊരു അപ്ഡേഷന് ശേഷമാണ് അല്ലേ? കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആ ഒരു ആ സമയത്ത് കുറേ ആ ഒരു ടൈമിലൊക്കെ ബ്ലാക്ക്ബെറി നല്ലോണം ഹിറ്റായിരുന്നു. ഐ മീൻസ് എല്ലാവരും നല്ല മോസ്റ്റ് പോപ്പുലർ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇപ്പം അത് കാണാനേ ഇല്ല. അതുപോലെ തന്നെ ഡൗൺഫോൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കിങ്ഫിഷറിന്റെ എയർലൈൻസ് വരുന്നത്. അതും ഇതേപോലെ തന്നെ വലിയൊരു നഷ്ടങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, അറിയുന്നതാണല്ലോ. അതിന് ഒരുപാട് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കിങ്ഫിഷറിനെ വെച്ചിട്ട്. ലൈക്ക് അവര് മെയിൻ ആയിട്ട് അവരുടെ മാർക്കറ്റിംഗില് അവരുടെ ഇഷ്യൂസ് വന്നത്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കിങ്ഫിഷറിന്റെ എയർലൈൻസ് അവർ ഒരു ലീസിന് എടുക്കേണ്ടതിന് പകരം അവർ കംപ്ലീറ്റ്ലി അവർ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. അതിനോട് തന്നെ അവരുടെ ഖജനാവ് കാലിയായി തന്നെ പറയാം. കാരണം അത്രത്തോളം അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള എമൗണ്ടും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഒരുപാട് സ്റ്റാഫിനെ ഹയർ ചെയ്തതും അവർക്ക് നല്ലൊരു അടി പറ്റുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഫ്ലൈ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എയർ ഡെക്ക എന്ന് പറഞ്ഞൊരു ടീമിനായിട്ട് അവർ അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഓൾറെഡി ലോസിങ് ആയിട്ടുള്ള കമ്പനിയാണ്. എനിക്ക് തോന്നുന്നത് 4000-ഓളം അധികം സ്റ്റാഫുകൾ അവർക്ക് ഉണ്ടായിരുന്നു അല്ലേ?
തീർച്ചയായിട്ടും ലൈക്ക് അവരുടെ ഒരു ബിസിനസ്സിലെ കുറെ ഡിസിഷൻ ഫെയിലിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ടില്ലാത്തതിന്റെ പേരിലും അവർക്ക് ഈ ഒരു കിങ്ഫിഷർ ലോസിലാവുന്നതിൽ യെസ് വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് നോക്കാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സോ അവർ ഈ ഒരു ബിസിനസ് ഡിസിഷന്റെ പുറമെ അവരെ എഫക്ട് ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മളെ നാട്ടിൽ ഈ ഒരു അഫോർഡബിൾ ബഡ്ജറ്റിൽ മറ്റുള്ള ഫ്ലൈറ്റ്സ്, ഇൻഡിഗോ പോലുള്ള മറ്റുള്ള ഫ്ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, ടിക്കറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു പ്രീമിയം കൈൻഡ് ഓഫ് സെഗ്മെന്റ്, ഒരു പ്രീമിയം എയർലൈൻസ് ഉള്ള ലെവലായിരുന്നു പ്രൊമോട്ട് ചെയ്തത്. ലൈക്ക് ആ ഒരു ടൈമിൽ അത് എന്താ പറയാ അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ആൾക്കാർക്ക് എന്താ പറയാ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് നോക്കാൻ പറ്റും, ഇന്നിപ്പോൾ ഒരുപാട് എയർലൈൻസ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര പ്രീമിയം രീതിയിൽ, ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇന്നിപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിൽ വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ പോകുന്ന സമയത്ത് ഈ പ്രീമിയത്തിനെ കുറിച്ചിട്ട് തന്നെ കമ്പാരിസൺ ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ ഇവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവർ കൊണ്ടുവന്നത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ കിങ്ഫിഷർ എയർലൈൻസിന് ഭയങ്കര ഡൗൺഫോളിലേക്ക് വലിച്ചിടാൻ തന്നെ ഏറ്റവും വലിയൊരു റീസൺ അവിടെ ഉണ്ടായത്. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ് അവരുടെ ഒരു തീരുമാനങ്ങൾ. മീൻസ് അവർ എടുക്കുന്ന ആ ഒരു മാർക്കറ്റിംഗ് ഭയങ്കര കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി. ഇപ്പം നമുക്ക് പറയാം ബൈജു എടുത്തൊരു ഡിസിഷൻ ഭയങ്കര ഇതല്ലായിരുന്നു. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ അവർ നല്ലൊരു സ്പോൺസർ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ അവർ നല്ലൊരു ഫണ്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് അവരുടെ ഭാഗത്ത് എനിക്ക് തോന്നിയ വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അവർ ആ ഒരു ലെവലിലേക്ക് അവർ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സർവീസും അതുപോലെ അവർ ഫോക്കസ് ചെയ്യണമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ മാർക്കറ്റിൽ നമ്മൾ സർവീസിന്റെ കൂടെ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ബൂമിംഗ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മാർക്കറ്റിംഗ് മാത്രം നോക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു ഡിസിഷൻ നല്ല രീതിയിൽ അവർക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഗുഡ് മാർക്കറ്റിംഗ് ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. മനസ്സിലായി. ഇപ്പം നമുക്കറിയാം, എന്തൊരു കമ്പനിയിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇറങ്ങുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡൗൺഫാളിലേക്ക് പോകാൻ കാരണമുണ്ട്. പക്ഷെ മാർക്കറ്റിംഗ് ചെയ്തിട്ടും ഈ പറഞ്ഞ എന്താ പറയുക നല്ലൊരു മാർക്കറ്റിംഗ് അല്ല അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെയും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അല്ലേ? ലൈക്ക് മാർക്കറ്റിംഗ് ഒരു മേജർ ഫാക്ടറാണ്. പക്ഷെ മാർക്കറ്റിങ്ങിന്റെ കൂടെ തന്നെ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സർവീസും. യെസ്. സോ ഇത് രണ്ടും ഈക്വലി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. യെസ്.